തോട്ടിയാ ആ അടിപൊളി. ഒരു വെറൈറ്റി സാധനം കേട്ടോ, തോട്ടിയാണ്. ഉണ്ടാക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഡിസൈനിങ്, ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മളെ മുള എന്തെങ്കിലുമൊക്കെ കമ്പികളൊക്കെ അല്ലേ അവിടെ കയറ്റി വെച്ചാൽ മതി. അടിപൊളി ഡിസൈനിങ്, എല്ലാ വെറൈറ്റി സാധനം ഉണ്ട്. കത്തി അവിടെ അങ്ങനെ അടിച്ച് പരത്തി ഉണ്ടാക്കണേ. രാജസ്ഥാൻ, മധ്യപ്രദേശ്. ആ മധ്യപ്രദേശാണ് പയ്യൻ്റെ സ്ഥലം. ഇതൊരു സംഭവമായിട്ടോ. ടാറ്റൈസിൻ്റെ ലീഫാണെന്നാണ് പറയുന്നത് കേട്ടോ. അതിങ്ങനെ ഉരുക്കിയെടുക്കുകയാണ് ഓല് കണലിൽ വെച്ചിട്ട്. എന്നിട്ട് ഇതിലിങ്ങനെ വെച്ച് അടിച്ച് പരത്തി ഈ സാധനങ്ങളൊക്കെ ഉണ്ട്. അതിലൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ ഓലെ കയ്യിലുണ്ട്. എന്തായാലേ അടിപൊളി. केरला हो, एक काम में केरला हो. केरला आया है? केरला से आता? केरला से काम करने का अच्छा है ना? अच्छा है. आया? उधर नहीं है. फुटबॉल बनाता उधर नहीं है. നാച്ചുറൽ ആയിട്ട് ഇവിടെ ഇങ്ങനെ ഉണ്ടാക്കണ വെക്കണ ഇങ്ങനത്തെ പരിപാടി. ഒരക്ക അവിടെ ഇങ്ങനെ തിരിച്ചു കൊടുക്കുന്നുണ്ട്, കണലിങ്ങനെ ആക്കുന്നുണ്ട്. എന്താ ഓരോ ജീവിത മാർഗങ്ങളാണ്. പക്ഷെ പക്ക ക്വാളിറ്റി സാധനം കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങനെ റെഡി ആക്കണേ, ഇവിടെ ഇങ്ങനെ വിൽക്കണേ. അടിപൊളി, ഒരു വെറൈറ്റി സംഭവമായി പോയി. നമ്മളെ ഇറച്ചി കാര്യങ്ങളൊക്കെ വെട്ടുന്ന സംഭവങ്ങളൊക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ചെറിയൊരു കുട്ടിയൊക്കെ അതാ വരെ കൂടെ. ഈ പമ്പിലാണ് നമ്മൾ കൂടുതൽ ദിവസവും സ്പെൻഡ് ചെയ്തിട്ടുള്ളത്. നല്ല അടിപൊളി പമ്പ് കേട്ടോ. നമുക്ക് നല്ല സപ്പോർട്ട് ചെയ്യുന്നത്. ഞാൻ 10 ദിവസം ഇവിടെ നിന്നിട്ടുണ്ട്, 10-12 ദിവസം. ഞാൻ ആ കാണുന്ന ടോയ്ലറ്റ് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കും. അതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് കല്ല് വെച്ച് കാണുന്ന തിരുമ്പുണ്ടായാൽ കുളി കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് ചെയ്യും. ഇത്രയും സപ്പോർട്ടുള്ളൊരു പമ്പ് ആദ്യമായിട്ടാണ് കാണുന്നത്. ഇവിടെ ഇങ്ങനെ പട്ടാളക്കാരെ വണ്ടി കാര്യങ്ങളൊക്കെ വന്നിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതാണ് തിരുപ്പതിക്ക് പോണ ജംഗ്ഷൻ വരുന്ന ഏരിയ. ചിറ്റൂര് എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. ഇവിടെ ഒരുപാട് പട്ടാളക്കാരെ വണ്ടി കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. കുറേ ഉണ്ട് കേട്ടോ. നോക്കാണ് നിങ്ങൾ എത്രങ്ങാനാണെന്നുള്ളത്. ടാറ്റയുടെ വണ്ടിയൊക്കെ കൂടുതലും കാണാൻ സാധിക്കുന്നുണ്ട്. ഓ തീർന്നില്ല ചേട്ടാ, ഒരു സംഖ്യൊക്കെ ഉണ്ട്. നോക്കാണ് എവിടേക്ക് അവർ പോണേ. ഇതാണ് തിരുപ്പതിക്ക് പോണ റോഡ്. ഇവിടുന്ന് 78 കിലോമീറ്റർ വരും തിരുപ്പതിക്ക്. മേലെ ഇങ്ങനെയായിട്ട് ഫ്ലെക്സ് കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരുപാട് തലകളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ഏതോ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ബർത്ത്ഡേ ആണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരുപാട് ഫ്ലെക്സാണ് ഈ ഒരു ജംഗ്ഷനിലായിട്ട് സ്ഥാപിച്ചിട്ടുള്ളത്. ഏതൊരു ഭാഗത്തേക്ക് നോക്കിയാലും പട്ടുകൂറ്റം ഫ്ലെക്സുകളാണ് കേട്ടോ. ടൗണിൽ ഇതിലേറുണ്ട്. ഇവിടെ അഞ്ജനേയസ്വാമി ക്ഷേത്രം എന്ന് പറഞ്ഞിട്ടൊരു ക്ഷേത്രമുണ്ട്. വളരെയധികം ഹിസ്റ്ററി ആയിട്ടുള്ളൊരു പ്ലേസ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരാൾ സംസാരിച്ചപ്പോൾ അതുമായി സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. പോകുമ്പോൾ ആ മലൻ്റെ മേലൊക്കെ നമുക്ക് ക്ഷേത്രങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. ക്ഷേത്രത്തിനൊക്കെ വളരെയധികം ബഹുമാനം ആദരവ് കൊടുക്കുന്ന ഏരിയകളാണ് നമുക്ക് ആന്ധ്രാപ്രദേശിൽ കാണാൻ സാധിക്കുന്നത്. ചെറിയ ചെറിയ ക്ഷേത്രങ്ങൾ നമുക്ക് ഒരുപാട് ഏരിയയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ മറ്റേ വർഗീയത കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് ഇത്രയും ദിവസം ഇവിടെ നിന്നിട്ട് കാണാൻ സാധിച്ചിട്ടില്ല. ചില ആളുകളുടെ മനസ്സിലൊക്കെ ഉണ്ടെങ്കിൽ കൂടി പുറത്തൊന്നും അങ്ങനത്തെ ഒരു ചുറ്റുപാടും ഇല്ല കേട്ടോ. കുറേ ആൾക്കാർ എന്തെങ്കിലുമൊക്കെ മെസ്സേജുകൾ, എന്തെങ്കിലുമൊക്കെ വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ അടിയിൽ വന്നിട്ട് മെസ്സേജുകൾ അങ്ങനെ ചെയ്യുന്നത് കാണാം. അവിടെ അങ്ങനെയാണ്, ഇവിടെ അങ്ങനെയാണ് എന്നുള്ളത്. അറിയാതെ എന്തെങ്കിലും വിളിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. അത് അവരവരുടെ മനസ്സിലെ ആശയങ്ങളാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ വ്യക്തികളെ ഒക്കെ മാറ്റി നിർത്തണമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം എന്താ വെച്ചാൽ അവരുടെ മനസ്സിലുള്ളതാണ് അവർ പറയുന്നത് മെസ്സേജിലൂടെ. റോഡുകളൊക്കെ തന്നെ വളരെയധികം വീതിയിലുള്ള റോഡുകളാണ്. 6 വരിപ്പാതയാണ്, 10 വരിപ്പാതയാണ് കേട്ടോ. ഇവിടെ 3 ലൈനുണ്ട്, ഇപ്പുറത്ത് 2 ലൈനുണ്ട്. അതേപോലെ അപ്പുറത്ത് 3 ലൈൻ, അപ്പുറത്ത് 2 ലൈൻ. 10 വരിയാണ് ഈ ഒരു റോഡ്. പിന്നെ തെങ്ങുകൾ കാര്യങ്ങൾ, മാവിൻ തോപ്പുകൾ കാര്യങ്ങളൊക്കെയാണ് നമുക്കിവിടെ കൂടുതൽ കാണാൻ സാധിക്കുന്നത്. ഹെൽമെറ്റ് ഒന്നും വെച്ചിട്ട് ആരും പോകുന്നത് അങ്ങനെ കാണാൻ സാധിക്കില്ല. ഇവിടെ ഹെൽമെറ്റ് വെച്ചാലാണ് പോലീസ് പിടിക്കുക. പിടിച്ചുപറി, തട്ടിപ്പറി ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നടക്കുന്നത് കൊണ്ട്
അങ്ങനത്തെ ഒരു ചിത്രീകരണത്തിലാണ് ഹെൽമെറ്റ് വെച്ച ആളുകളെ കാണുക. ഒരുപാട് നല്ല മലനിരകളൊക്കെ തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. വളരെ രസകരമായിട്ടുള്ള ഒരു റൂട്ട് തന്നെയാണ് ഈ ഒരു ബൈപ്പാസ്. നേരെ തിരുപ്പതിയിലേക്കുള്ളൊരു ബൈപ്പാസാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ റൂട്ടിലൂടെ ഒരുപാട് ആൾക്കാർ സഞ്ചരിച്ചിട്ടൊക്കെ ഉണ്ടാവും, ഒരുപാട് ആൾക്കാർ. പിന്നെ ചിറ്റൂര് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ഈ ഒരു NH ഇങ്ങോട്ട് തിരിയുക. അപ്പോൾ ആ തിരിയണ ആ ഭാഗത്തുള്ള ജംഗ്ഷനിൽ കുറേ മലയാളികളുടെ കട കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെയുള്ള പമ്പുകളൊക്കെ തന്നെ വളരെയധികം സപ്പോർട്ടിംഗ് ആണ്. നമുക്ക് വണ്ടി കാര്യങ്ങളൊക്കെ നിർത്താനൊക്കെ ആയിട്ട് അടിപൊളിയാണ്. ഞാൻ കുറേ ദിവസം അവിടെ വണ്ടി നിർത്തിയിട്ടുണ്ട്. ഇന്നടക്ക് വളരെയധികം നീറ്റായിട്ട് തന്നെയാണ് അവരുടെ ഡീലിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരുപാട് വണ്ടികൾ ആ പമ്പിൽ വന്ന് പാർക്ക് ചെയ്യണമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും കൂടുതൽ വണ്ടികളൊക്കെ നിൽക്കുന്ന ഒരു പമ്പൊക്കെ കാണുന്നത്. അതും നല്ല സപ്പോർട്ടിങ്ങോട് കൂടിയിട്ട് ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും അവർ പറയണമൊന്നുമില്ല. ഒരുപാട് വണ്ടികളോടെ നിൽക്കുന്നതൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ എങ്ങനെയായിട്ട് ലോറികൾ നിർത്തിയിടുന്ന ഒരു ഏരിയ കാണാൻ സാധിക്കുന്നുണ്ട്. ഏരിയയിലായിട്ട് മാവിൻ തോപ്പുകളാണ് കൂടുതലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. മാങ്ങയുടെ കൃഷി നടക്കുന്ന ഒരു ഏരിയ ആയിട്ടാണ് ഈ ഒരു ഏരിയ നമുക്ക് അങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നെ തെങ്ങുകൾ കാര്യങ്ങൾ ഇതൊക്കെയാണ് ഇവിടെ കൂടുതലായിട്ട് കാണുന്നത്. റോഡ് കണ്ടില്ലേ, എന്താ ലുക്ക്! ആ മല ഇങ്ങനെ തുറന്നെടുത്തിട്ടാണ് സെൻട്രൽ കൂടി ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതെങ്ങനെയായിട്ട് മനോഹരമായ ധാബ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു മാമ്പഴത്തോട്ടത്തിനുള്ളിലാണ് ധാബ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു മല ഇങ്ങനെ തുറന്നെടുത്തിട്ടാണ് റോഡ് ഉണ്ടാക്കിയിട്ടുള്ളത്. വളരെ രസകരമായിട്ട് നീണ്ടു കിടക്കുന്ന റോഡാണ് കാണാൻ സാധിക്കുന്നത്. പിന്നെ അവിടെ ഇങ്ങനെ മലനിരകളൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. കോടമഞ്ഞിൽ ഇങ്ങനെ മൂടി കിടക്കുന്നുണ്ട്. കറക്റ്റായിട്ട് ആ മലകളൊന്നും നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കുന്നില്ല. ഏകദേശം ഒരു 12 മണിയോട് അടുത്തിട്ടുണ്ട്. എന്നാലും ഇവിടൊക്കെ ചൂടുണ്ടെങ്കിലും അങ്ങോട്ട് ലോങ്ങിലേക്കൊക്കെ നോക്കുമ്പോൾ നമുക്ക് ആ മലകൾ കറക്റ്റായിട്ട് കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടാണെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. നമ്മൾ ആ ലോങ്ങിലേക്കൊക്കെ നോക്കുമ്പോൾ ഈ കടപ്പ, മാർബിള് ഇങ്ങനെയൊക്കെയുള്ള കല്ലുകളൊക്കെ പൊട്ടിച്ചെടുക്കുന്ന മലകളാണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഏരിയയിൽ അങ്ങനത്തെ കമ്പനികളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു NH നിന്ന് നമ്മൾ അല്ലെങ്കിൽ ഈ ഒരു ബൈപ്പാസിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങേണ്ടതായിട്ടുണ്ട്. ഈ റോട്ടിലൂടെ ഇനി പോയിട്ട് ഒരു ബ്രിഡ്ജ് വരും. അതിൽക്കൂടെ നമ്മൾ അടിയിൽ കൂടെ പോയിട്ട് അപ്പുറത്ത് കൂടി പോകണം. ഇവിടെ നമുക്കിങ്ങനെ ഒരു ബോർഡ് കാണാൻ സാധിക്കും, കണിപ്പക്കം ടെമ്പിൾ എന്നുള്ളത്. 2.5 കിലോമീറ്റർ എന്നാണ് ഇവിടുന്ന് കാണിക്കുന്നത്. ഈ റോഡിലൂടെയാണ് നമുക്ക് പോകാനായിട്ടുള്ളത്. ചെറിയൊരു ഗ്രാമീണ റോഡായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഒരു ഏരിയയിലായിട്ട് നാളികേരത്തിൻ്റെ തെങ്ങുകൾ കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. വലിയ ഹൈറ്റിൽ അങ്ങോട്ട് വളർന്നിട്ടൊന്നുമില്ല, ഹൈറ്റ് കുറഞ്ഞ തെങ്ങുകളാണ് കാണാൻ സാധിക്കുന്നത്. ഇളനീര് വെട്ടുന്ന തെങ്ങുകളായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചെറിയ മനോഹരമായിട്ടുള്ളൊരു റോഡ്, അതുപോലെ നല്ല കാറ്റൊക്കെ വരുന്നുണ്ട്. അങ്ങനത്തെ ഒരു ഏരിയ. അതുപോലെയുള്ള തെങ്ങുതോപ്പുകൾ തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. കൂടുതലായിട്ടും മാമ്പഴത്തോപ്പുകളൊക്കെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇടവിട്ടിട്ടുള്ള മരങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മളൊരു 4 ജംഗ്ഷനിലേക്കാണ് വന്നു ചേർന്നിട്ടുള്ളത്. ഒരു ചായക്കടയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വലിയ വലിയ കെട്ടിടങ്ങളൊക്കെ തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ട്രാക്ടറിൽ ജോലി എടുത്തുകൊണ്ടിരിക്കുന്ന ആളുകളെ കാണാൻ സാധിക്കുന്നുണ്ട്. സ്ത്രീകളൊക്കെ ജോലിയിലൊക്കെ ഏർപ്പെട്ടതൊക്കെ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടങ്ങളിൽ കൂടുതലും ട്രാക്ടറുകൾ നമുക്ക് കാണാൻ സാധിക്കും. പല ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ട് ഉപയോഗിക്കാം എന്നുള്ളതായിരിക്കാം അതിൻ്റെ ഒരു പ്രത്യേകത. ക്ഷേത്രത്തിൻ്റെ മനോഹരമായിട്ടുള്ളൊരു കവാടമാണെന്നതാണ് തോന്നുന്നത്. റോഡിനെ കുറുകിലായിട്ട് അങ്ങ് ലോങ്ങിലായിട്ട് അതിങ്ങനെ കാണാൻ സാധിക്കുന്നുണ്ട്. മനോഹരമായിട്ടുള്ളൊരു കവാടം, വലിയ കവാടമാണ്. റോഡിനെക്കാട്ടിലും വലിപ്പമുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. ഒരു ഗ്രാമീണ മനോഭാവങ്ങളൊക്കെ തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ആയിട്ട് റെസ്റ്റോറൻ്റ് ആണെന്ന് തോന്നുന്നുണ്ട്. അതുപോലത്തെ വർക്കുകളൊക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. പുല്ലുകൾ വെച്ചിട്ടാണ് ഇതിങ്ങനെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എന്തോ ഒരു വലിയ കമ്പനി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പെയിൻറ്റിൻ്റെ കമ്പനിയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അതിൻ്റെ സ്മെല്ല് കാര്യങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട്. മാവിൻ തോപ്പുകൾ തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. വളരെ രസകരമായിട്ട് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. നല്ല വൃത്തിയിൽ കുട്ടികളെ കൊണ്ടു നടക്കുന്നത് പോലെയാണ് ഇവരെ കൃഷിയൊക്കെ പരിപാലിക്കുന്നത്. ഇവിടെ ഇങ്ങനെ വൈക്കോല് കയറ്റിയിട്ടുള്ള ഒരു വണ്ടി കാണാൻ സാധിക്കുന്നുണ്ട്. ബൊലോറോ പിക്കപ്പ്. യജാതി ലുക്ക് അല്ലേ. നെൽവയലാണ്. ഈ തെങ്ങുകളാണ് ഇതിനെ ഹൈലൈറ്റ് ആക്കുന്നത്. കൃഷിയുടെ ഒരു ഏരിയ, അതായത് ചിറ്റൂരിൻ്റെ ടൗണിൽ നിന്നും വിട്ടിട്ട് അറൗണ്ട് ഒരു 25 കിലോമീറ്റർ മാറിക്കഴിഞ്ഞാലുള്ള ഒരു ഏരിയയാണ്. ഇവിടെ നമുക്കൊരു ക്ഷേത്രം കാണാൻ സാധിക്കുന്നുണ്ട്. കൃഷിയുമായി ഒത്തിണങ്ങിയ ഒരുപാട് പ്രദേശങ്ങൾ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കോഴി ഫാമുകളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്.
ഇവിടെ ഇങ്ങനെ ആയിട്ടൊരു ചെറിയ കട കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെ ഇങ്ങനെ ആയിട്ട് പാറക്ക് മുകളിൽ ഒരു ക്ഷേത്രം കാണാൻ സാധിക്കുന്നുണ്ട്. കുറച്ച് വീടുകളൊക്കെ ഉള്ള ഒരു ഏരിയ ആയിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കൊരു ക്ഷേത്രം കാണാം. ഒരുപാട് ചെറിയ ചെറിയ വീടുകൾ മുന്നിലായിട്ട് ഇങ്ങനെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു ചെറിയ അങ്ങാടി, ഇവിടെയും നമുക്കൊരു ക്ഷേത്രം കാണാം. അതുമായി ബന്ധപ്പെട്ട കൊടിതോരണങ്ങളൊക്കെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ചെറുകിട കച്ചവടങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ട്രാക്ടറുകളാണ് ഇവിടെ കൂടുതലും കാണാൻ സാധിക്കുന്നത്. ചെറിയ ചെറിയ കടകളുള്ള ചെറിയൊരു അങ്ങാടി. ഇവിടെയും ക്ഷേത്രത്തിൻ്റെ ഒരു കവാടം കാണാൻ സാധിക്കുന്നുണ്ട്. പുളിമരങ്ങളൊക്കെ തന്നെ വളർന്ന് പന്തലിച്ച് നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. കർഷകരുടെ ഒരു ഗ്രാമീണ ഗ്രാമം. നോക്കാനൊന്നും നിൽക്കാതെ നേരെ വന്നിട്ട് ഇടിക്കാൻ വന്നൊരു വണ്ടിയാണ് ഈ കാണുന്നത്. നേരെ ഉള്ളോട്ട് നിന്നിട്ട് വന്നിട്ട് കയറി. എന്താല്ലേ, ഒന്ന് ശ്രദ്ധിച്ചൂടെ? അതാ നമ്മൾ വണ്ടിമ ഒന്ന് കുത്തിയിട്ടുണ്ടെന്നുള്ള അവസ്ഥ ആലോചിച്ചോക്കാണേ. നമുക്കും സമയം നഷ്ടം, അയാൾക്ക് എന്തെങ്കിലും പറ്റും ചെയ്യും. മാവിൻ തോപ്പുകൾ തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇനി ഈ ഏരിയയൊക്കെ കഴിഞ്ഞു പോകേണ്ടി വരും വേറെ എന്തെങ്കിലുമൊക്കെ കൃഷിയുമായി മാറ്റങ്ങൾ സംഭവിക്കാൻ. കൃഷിയൊക്കെ മാറി കാണാൻ. മാവുകൾ, തെങ്ങുകൾ, പിന്നെ ചെറിയ ഗോതമ്പ് കൃഷി, നെൽവയലുകൾ, ഇങ്ങനത്തെയൊക്കെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കർഷകരുടെ ഒരു ഗ്രാമീണ ഗ്രാമം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചെറിയ ചെറിയ വീടുകളൊക്കെ തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ചുറ്റുപാടും ക്ഷീരകർഷകരുടെ ആ ഒരു സ്മെല്ല് കാര്യങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട്. പിന്നെ എവിടെ നോക്കിയാലും പശു, പിന്നെ ചെറിയ ചെറിയ വീടുകൾ. പക്ക ഉള്ളിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ചെറിയ ചെറിയ വീടുകൾ കാണാൻ സാധിക്കും, ട്രാക്ടറുകൾ കാണാൻ സാധിക്കും. പിന്നെ കൃഷിയിടങ്ങളാണെങ്കിലും മനോഹരമായിട്ടുള്ള കൃഷിയിടങ്ങൾ കാണാൻ സാധിക്കും. ഈ ഒരു ഏരിയയിലായിട്ട് കുറച്ച് വലിയ വീടുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു ഗ്രാമപ്രദേശം, തടകര എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത്. ഇതും ഒരു ചെറിയൊരു അങ്ങാടി. ഹോട്ടലുകൾ കാണാം, ചെറിയ ചെറിയ കടകൾ കാണാം. കോഴിക്കട ഉണ്ട് ഇവിടെ. നമുക്ക് മക്കാമ്പ് പോലത്തെ എന്തോ ഒരു സംഭവം കാണാൻ സാധിക്കുന്നുണ്ട്. ചെറിയ ചെറിയ കൃഷിയിടങ്ങളൊക്കെ തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. വ്യത്യസ്തമായിട്ടുള്ള കൃഷികളാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പല സ്ഥലങ്ങളിലും ഇതുപോലത്തെ ബസ്സുകളൊക്കെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ഓരോ കമ്പനികളിലേക്ക് സ്റ്റാഫിനെ കൊണ്ടുപോകുന്ന ബസ്സുകളാണ്. ഇവിടെയും ഒരു കമ്പനി ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കമ്പനിയെ ചുറ്റിക്കൊണ്ട് ഇതുപോലത്തെ വലിയൊരു മതിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് ബാറ്ററി പെട്ടിയുടെ കമ്പനിയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രൈവറ്റ് ട്രാക്ടറാണെന്നാണ് തോന്നുന്നത്. വെള്ള നിറത്തിലുള്ള ബോർഡാണ് കാണാൻ സാധിക്കുന്നത്. ഗ്രാമങ്ങളിലെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു മനോഹാരിതയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറച്ച് കുട്ടികളിങ്ങനെ സൈക്കിളൊക്കെ ഇട്ടിട്ട് വരുന്നുണ്ട്. സ്കൂൾ വിട്ടതാണോ അതോ സ്കൂൾക്ക് പോകുന്നതാണോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. എന്തായാലും ഒരു രസകരമായിട്ടുള്ളൊരു ക്ലൈമറ്റ് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടുത്തെ കുട്ടികളുടെ യൂണിഫോമിൻ്റെ നിറം കാര്യങ്ങളൊക്കെ ഇതാണ്. സ്കൂൾ കുട്ടികളൊക്കെ സൈക്കിളൊക്കെ ഉപയോഗിച്ച് വരുന്നതൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. മുന്നിലായിട്ട് നമുക്കൊരു സ്കൂൾ കാണാൻ സാധിക്കുമെന്നാണ് തോന്നുന്നത്. ഇവിടെ ഒരു സ്കൂളിൻ്റെ ഒരു പ്രതിനിധി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പെട്ടിക്കടകളൊക്കെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതാണ് സ്കൂൾ. അതുപോലെയാണ് ഇവിടുത്തെ ഓട്ടോകളിൽ കുട്ടികളെയും ആളുകളെയും കൊണ്ടുപോവുക. ഒരു ഓട്ടോയിൽ 15 ആൾ എന്നാണ് ഇവിടുത്തെ കണക്ക്. സൈക്കിളിൽ പോകുന്ന ഒരു മിടുക്കനെ കാണാം. ഒരു വില്ലേജ് ജീപ്പ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പഴയ രാജാവ് സ്കൂൾ വിട്ട് പോകുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇങ്ങനെയായിട്ട് കല്ലുമലകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മനോഹരമായിട്ടുള്ള ചെറിയ കുടിലുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതും ഒരു അങ്ങാടിയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചെറിയ ചെറിയ കടകളൊക്കെ തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടുത്തെക്കാർ 10 എടുക്കുന്നത് 20 വിൽക്കുക എന്നുള്ള ഒരു പ്രവണത മാത്രമാണ് ചെയ്യുന്നത്. നമ്മുടെ അവിടുത്തെ പോലെ ഇൻവെസ്റ്റ്മെൻറ്റ്
നടത്തി ഡെക്കറേഷൻസ് കാര്യങ്ങൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഓവറായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നില്ല. ഒരു പീഡിയ റൂമിൽ കുന്നുകൂട്ടിയിട്ടുള്ള കച്ചവടം എന്ന് വേണമെങ്കിൽ പറയാം. ചെറിയൊരു ടൗൺ. ടൗണിലെ കാഴ്ചകളൊക്കെ തന്നെ ഇതുപോലെയാണ്. വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എല്ലാം ലഭ്യമാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ നമുക്കിങ്ങനെ ഒരു പള്ളി കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ടൗണിൻ്റെ ഒരു ഹൃദയഭാഗം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വൈൻ ഷോപ്പുകളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. എല്ലാ ടൗണുകളിലും ചെറിയ ചെറിയ അങ്ങാടികളിലൊക്കെ കാണാൻ സാധിക്കുന്ന ഒരു സംഭവമാണ് വൈൻ ഷോപ്പുകൾ. ഇതുപോലത്തെ കല്ലുകളാൽ നിറഞ്ഞിട്ടുള്ളൊരു മലനിരകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓരോ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഓരോ തരത്തിലുള്ള മലനിരകൾ. മുന്നിലേക്ക് നോക്കുമ്പോൾ നമുക്ക് മലനിരകൾ തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അതും ഇതുപോലെ കല്ലുകൾ കൊണ്ടുള്ളത്, അല്ലെങ്കിൽ ഉരുളക്കല്ലുകൾ ഇങ്ങനെ കൂട്ടിവെച്ച പോലത്തെ രൂപമാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഇവിടെയാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ. ഇവിടെ നിന്നും കാണുന്ന ഈ ബോർഡ് അങ്ങോട്ടുള്ള സൂചനയാണ്. മനോഹരമായ വലിയൊരു കവാടം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. കാറിന് ഇവിടെ ടോൾ വരുന്നത് 50 രൂപയാണ്. എന്തായാലും ക്ഷേത്രത്തിൻ്റെ ആ ഒരു രൂപം കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. അതുപോലെ ഒരു ടോൾ ഗേറ്റ് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലത്തെ ഒരു ടോൾ എടുത്തിട്ട് വേണം നമ്മൾ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഈ ഏരിയയിലേക്ക് കടക്കാനായിട്ട്. ചിലപ്പോൾ ഇവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഫണ്ടായിരിക്കാം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു ചുരത്തെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലാണ് ഈ റോഡിൻ്റെ നിർമ്മാണം. ബസ്സിന് കടക്കണമെങ്കിൽ 100 രൂപ, കാറിന് 50 രൂപ, ബൈക്കിന് 10 രൂപ എന്നാണ് അവിടെ നമ്മൾ കണ്ടത്. എന്തായിരുന്നാലും മലയുടെ രൂപമെല്ലാം നല്ലതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു പാറ കണ്ടില്ലേ, എന്ത് വെറൈറ്റി ആയിട്ടാണ് നിൽക്കുന്നത് എന്ന്. ഒറ്റ കല്ലിൽ ആ ഒരു പാറ നിൽക്കുന്നത്. ഇവിടെ ഇങ്ങനെ ആയിട്ട് ഹനുമാന്റെ നല്ലൊരു ചിത്രകല ചെയ്തു വെച്ചതൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. വളരെ രസകരമായിട്ടുണ്ട്. റോഡും തന്നെ വലിയ കുഴപ്പമൊന്നുമില്ല. കോൺക്രീറ്റിനാലാണ് തീർത്തിട്ടുള്ളത്. ഒരു ചുരം പോലത്തെ സ്ഥലം. ഇതിങ്ങനെ കയറി പോയിക്കൊണ്ടേയിരിക്കുകയാണ്. മതിലുകളൊക്കെ തന്നെ കരിങ്കല്ലിനാലാണ് തീർത്തതായിട്ട് കാണാൻ സാധിക്കുന്നത്. ആ പാറക്കെട്ടുകൾ കൊണ്ടുള്ള മല നമുക്ക് ഇവിടെ നിന്ന് അടുത്തുനിന്നായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരുപാട് ഉരുളപ്പാറകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അങ്ങനെ നമ്മൾ അവസാനം ക്ഷേത്രത്തിൻ്റെ അടുത്തേക്കായിട്ട് എത്തി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ നമുക്കിങ്ങനെ ഒരു ആൽമരം കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്കിവിടെ മനോഹരമായിട്ടുള്ളൊരു ഇരിപ്പിടം പോലത്തെ ഒരു സ്ഥലം കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിലൂടെയാണ് നമുക്ക് കയറി പോകാനായിട്ടുള്ളത്. ഇവിടങ്ങളിൽ സ്റ്റേജ് പ്രോഗ്രാം കാര്യങ്ങളൊക്കെ നടക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ഏരിയ ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഈ തുടക്ക ഭാഗത്തായിട്ട് ഇവിടെ കുറേ കടകളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതാണ് ഈ ഒരു ക്ഷേത്രത്തിലേക്ക് കടക്കാനായിട്ടുള്ള ഒരു എൻട്രൻസ് ഏരിയ വരുന്നത്. ഇവിടെ ഇങ്ങനെ ആയിട്ട് ബാത്റൂം കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് ഒരുപാട് കന്നുകാലികളെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെയും കുറച്ച് ബിൽഡിങ്ങുകളൊക്കെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ഏരിയയിലെ വലിയൊരു ക്ഷേത്രമാണ് ഗുരുവായൂർ ക്ഷേത്രം എന്നൊക്കെ പറയുന്നത് പോലത്തെ ഒരു ക്ഷേത്രം, കാടാമ്പുഴ ക്ഷേത്രം എന്നൊക്കെ പറയുന്നത് പോലത്തെ ഒരു ക്ഷേത്രം. തീർത്ഥാടകരായിട്ടുള്ള ആൾക്കാർ കുറവാണ് കേട്ടോ കാണാൻ സാധിച്ചത്. ഒരു സാഹചര്യം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ക്ലൈമറ്റിന്റെ ഒരു ഇതുകൊണ്ടായിരിക്കാം. പക്ഷെ നമ്മളവിടുത്തെ ഗുരുവായൂർ ക്ഷേത്രം, പിന്നെ കാടാമ്പുഴ ക്ഷേത്രം അങ്ങനെയൊക്കെ പറയുന്നത് പോലത്തെ വലിയൊരു ക്ഷേത്രമാണിത്. ഇവിടെ നിന്നും ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് ബിൽഡിങ്ങുകളൊക്കെ തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ആ ഒരു ഭാഗത്തായിട്ടും സ്റ്റെപ്പുകളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ചിലപ്പോൾ ആ ഒരു മലമുകളിലേക്ക് കയറാനായിട്ടുള്ള സ്റ്റെപ്പുകളായിരിക്കാം. ഇവിടെ ഇങ്ങനെ ഒരു കടയൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്, പക്ഷെ ഇപ്പോൾ ഇല്ല. ഇതിനെ നമ്മളിവിടെ ഇങ്ങനെ നിർത്തിയിട്ടുണ്ട്. ഇതാണ് ക്ഷേത്രത്തിൻ്റെ മെയിൻ എൻട്രൻസ് ഏരിയ. അവിടെ കുറച്ച് കടകളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതാണ് ക്ഷേത്രത്തിൻ്റെ ഒരു കവാടം വരുന്നത്. ഇതിലൂടെ നമുക്ക് ആ ഒരു ക്ഷേത്രത്തിൻ്റെ ഉൾഭാഗത്തേക്കായിട്ട് കടക്കാൻ സാധിക്കും. പിന്നീട് അവിടെ ഇങ്ങനെ ഒരു ഹനുമാൻ്റെ രൂപം കാണാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ ബാക്കിലായിട്ട് ഒരു കുളം കാണാൻ സാധിക്കുന്നുണ്ട്. വലിയ ഹിസ്റ്ററി ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉള്ളൊരു ക്ഷേത്രമായിട്ടാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. നമ്മളോട് പറഞ്ഞ ആൾ
അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ തെലുങ്കിലാണ് സംസാരിച്ചതുകൊണ്ട് നമുക്ക് കൂടുതലായിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റിയിട്ടില്ല. ചുറ്റുപാട് നോക്കുമ്പോൾ കാടുകളൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മൾ പിന്നെ ഉള്ളിലേക്ക് കയറുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഉള്ളിൽ പോയിട്ട് എക്സ്പ്ലോർ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ കാര്യങ്ങളൊന്നും നമുക്ക് അറിയില്ല. അറിയാത്ത കാര്യങ്ങൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു രസം കിട്ടില്ല. പിന്നീട് നമുക്കൊരു അത് അവതരിപ്പിക്കാൻ തന്നെ മനസ്സിലാവില്ലല്ലോ. അപ്പോൾ പിന്നെ നമ്മളിങ്ങനെ കണ്ടിട്ട് പോകാന്നുള്ളതാണ് ഈ ചുറ്റുപാട് കാര്യങ്ങളൊക്കെ. നമ്മളുള്ളതേ ചിറ്റൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. വെള്ളം കിട്ടാനായിട്ട് ഒരു ബുദ്ധിമുട്ടില്ല. നമ്മളെ നാട് വിട്ട് കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലത്ത് ഫ്യൂൽ സ്റ്റേഷനുകൾ ഉണ്ടാവും. ഈ ഒരു ബോട്ടിലിന് 5 രൂപ, 10 രൂപ, 15 രൂപ, 20 രൂപ അങ്ങനെയൊക്കെ മാറി മാറി റേറ്റ് വരില്ലേ. നമ്മളൊക്കെ കയ്യിൽ 4 ബോട്ടിലുണ്ട്. ഒരു ബോട്ടിലും കൂടെ ആയിരിക്കണേ. പിന്നെ നമ്മളിതുപോലത്തെ സ്ഥലങ്ങളിൽ നിന്ന് നടക്കും. ഇനി വെള്ളം കിട്ടിയില്ലെങ്കിൽ വെച്ചിട്ടാണ് 2 ബോട്ടിൽ എക്സ്ട്രാ എടുത്തിരിക്കുന്നത്. 2 ബോട്ടിൽ ഉണ്ടെങ്കിൽ തന്നെ മതി. ഇനി കുളി നനയും കാര്യങ്ങളൊക്കെ നമുക്ക് 4 ബോട്ടിൽ നിന്ന് അടിപൊളിയായിട്ട് 2 ബോട്ടിൽ നിന്ന് ദിവസം കഴിക്കാം. എവിടെയെങ്കിലും വെള്ളം കിട്ടിയില്ലെങ്കിലും 2 ബോട്ടിൽ സ്റ്റോക്ക് ഉണ്ടാവും. നമ്മൾ ഇന്ന് വെള്ളം നിറച്ചിട്ടുള്ളത് ഇതുപോലൊരു ഫ്യൂൽ സ്റ്റേഷനിൽ നിന്നാണ്. ഇതുപോലെ പൈപ്പ് ഇങ്ങനെ വെച്ചതായിട്ട് കാണാൻ സാധിക്കും. കടകളെ മുന്നിലൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് നിറച്ചാൽ മതി. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു ഉത്സവം വരുന്നുണ്ട് ഈ ഒരു അമ്പലത്തിൽ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് ഇന്ന് ഇവിടെ ഭയങ്കര തിരക്ക് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. മാലബൾബ് കാര്യങ്ങളൊക്കെ കോർത്തിട്ടതായിട്ടൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. 2 ക്യാൻ ഇവിടെ ഇങ്ങനെ വെക്കും അടിപൊളിയായിട്ട്. പിന്നെ ഇതൊക്കെ സാധനങ്ങളാണ്. പിന്നെയുള്ള 2 ക്യാൻ ഇവിടെയും വെക്കും. ഇതാണ് പരിപാടി. പിന്നെ ഇവിടെ ഇങ്ങനെ അടിപൊളിയായിട്ട് കിടക്കുകയും ചെയ്യും. ആ നീളം വരെ ഉണ്ട്. ഇവിടെ ഒരു ക്യാനിന് 5 ഉറുപ്പ്യ ഉള്ളൂ കേട്ടോ. നിങ്ങൾ ആലോചിച്ച് നോക്കി, 5 ഉറുപ്പ്യ ആയിട്ടുള്ള ഒരു ക്യാന് വെള്ളത്തിന്. ഒരു ക്യാൻ തന്നെ നമുക്ക് കുടിക്കാൻ മാത്രം ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 3 ദിവസമൊക്കെ കിട്ടും. ഇനിയിപ്പോൾ കുളിക്കാനും തീരുമാനം ഉപയോഗിക്കുകയാണെങ്കിൽ 2 ക്യാൻ്റെ അടുത്ത് വേണം. 1.5 ക്യാൻ എന്തായാലും വേണം. 2 ക്യാൻ വേണം അലക്കലും പിടിക്കലും ഒക്കെ കൂടിയിട്ട്. 1.5 ക്യാന് 1.25 ക്യാന് തീരുമാനം, ഒരു 3/4 ക്യാന് കുളിക്കാനും. അങ്ങനെയാണ് ഉപയോഗിക്കാറ്. വലിയ വലിയ സൂപ്പർ മാർക്കറ്റ് കാര്യങ്ങളൊക്കെയാണ്. ഞാൻ ഈ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് 1-2 സാധനങ്ങൾ പർച്ചേസ് ചെയ്തിരുന്നത്. നല്ല ഡിസ്കൗണ്ട് കേട്ടോ. അപ്പോൾ ബിസിനസ്സൊക്കെ ചെയ്യാൻ എന്തുകൊണ്ടും അനുയോജ്യമായിട്ടുള്ളൊരു ഏരിയയാണ്. ഞാൻ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അല്ലാതെ ഞാൻ എന്തെങ്കിലും വിളിച്ചു പറയല്ല. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർക്കൊക്കെ ആന്ധ്രയ്ക്ക് കയറട്ടോ. നല്ല നല്ല ടൗണുകൾ നോക്കിയിട്ട് ബിസിനസ്സിന് ചൂസ് ചെയ്യുക. അപ്പോൾ ഒരു കുഴപ്പമില്ല. ഇവിടെ നോക്കി ഈ ബിൽഡിങ്ങുകളൊക്കെ ഇങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ ഇതൊരു ഭാഗം മാത്രമാണ്. ഇനി ടൗണിലേക്ക് വന്നു കഴിഞ്ഞാൽ വേറെയും ഭാഗങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ വലിയ വലിയ കടകൾക്കൊക്കെ ചാൻസ് ഉണ്ട് ഇവിടെ. ഏറ്റവും കൂടുതൽ ചാൻസ് ചെറുകിട കടകൾക്കാണ്. നമ്മുടെ നാട്ടിൽ നമ്മൾ ചെയ്യുന്ന പോലത്തെ ഓരോ കടകളില്ല. ഞാൻ കൂടുതലും സജസ്റ്റ് ചെയ്യുക ബേക്കറി, കൂൾബാർ ഇങ്ങനെയുള്ള സംഭവങ്ങളാട്ടോ. അതേപോലെ അറബിക് ഫുഡുകളൊക്കെയാണ് ഞാൻ സജസ്റ്റ് ചെയ്യുക. കാരണം എനിക്ക് അതിനെ പറ്റിയിട്ട് അറിയുള്ളൂ. അതുകൊണ്ടാണ്. ചിലർ വിളിച്ചിട്ട് ഡ്രസ്സിൻ്റെ പറ്റി ചോദിക്കും, മരത്തിനെ പറ്റി ചോദിക്കും, ഫർണിച്ചർ കാര്യങ്ങളൊക്കെ. അതൊന്നും എനിക്കറിയില്ല കേട്ടോ അതിനെ പറ്റിയിട്ടൊന്നും. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കില്ല. നിങ്ങൾക്ക് വന്ന് നോക്കി മനസ്സിലാക്കി ചെയ്യാം, ബിസിനസ് ചെയ്യാം. അനുയോജ്യമായിട്ടുള്ള സ്ഥലങ്ങളാണ്. ാണ് ചിറ്റൂരിൻ്റെ ടൗൺ പ്രദേശം. ഒരുപാട് പോസ്റ്ററുകളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ അലങ്കരിച്ചതൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ആരുടെയോ ഒരു ബർത്ത്ഡേ ആണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ ഗാന്ധിജിയുടെ സ്തൂപം കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഒരു ഫ്ലാഗ് കാണാൻ സാധിക്കുന്നുണ്ട്. വളരെ മാറിപ്പോയിട്ടുണ്ട് നമ്മൾ ആന്ധ്രാപ്രദേശ് കേട്ടോ. നിങ്ങളൊന്നും ചിന്തിക്കുന്ന പോലെ അല്ല, അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്ന പോലെ ഒന്നുമല്ല. കുറേ മാറിയിട്ടുണ്ട്. ഈ 5 വർഷം കൊണ്ടാണ് ഇങ്ങനെയുള്ള മാറ്റം സംഭവിച്ചതെന്നാണ് ഇവിടെ നിന്നുള്ള പൊതുവേ ഉള്ളൊരു വിലയിരുത്തൽ. APRTC ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന റോഡാണ് ഈ കാണുന്നത്. ഈ റോഡിൻ്റെ നേരെ താഴത്തായിട്ടാണ് റെയിൽവേ സ്റ്റേഷൻ വരുന്നത്. ചിറ്റൂരിൽ നമുക്ക് വീടുകളും കടകളും ഒക്കെ ഒരുമിച്ചുള്ളൊരു ടൗണായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വീടുകൾ വേറിട്ടിട്ടും ടൗൺ മാത്രമായിട്ടുള്ളതല്ല, ഒരുമിച്ച് ഒരു ഏരിയയാണ്. ഒരു അറൗണ്ട് ഒരുപാട് കിലോമീറ്റർ ചുറ്റി കിടക്കുന്ന ഒരു പ്രദേശം. കൂടുതലും ഉച്ച സമയമായി കഴിഞ്ഞാൽ ഈ ഏരിയയിലാണ് സൈഡാക്കാറ്. ഈ ഏരിയയിൽ ഗവൺമെൻറ്റിൻ്റെ എന്തോ സ്ഥാപനങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. തണലും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ ഇങ്ങനെ സൈഡാക്കിയിടാറാണ് പതിവ്.